ഹായ് ഗീസ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് വെളുത്തവർ, കറുത്തവർ, പിന്നെ ഇതിനിടയിലായിട്ട് ഇരുന്നിറക്കാർ, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് ഞാൻ നമ്മുടെ സ്കിൻ ടൈപ്പിനെ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് എന്താണെന്നൊന്നും അറിയാത്ത പ്രായമാണ്. അപ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരാനില്ല. അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ടൈപ്പ് എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചേച്ചിമാർ, ചേട്ടന്മാർ, അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിരുന്ന ഫെയർ ആൻഡ് ലവ്ലി ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ കറക്റ്റ് സ്കിൻ ടൈപ്പ് അറിയാത്തത് കൊണ്ട് തന്നെ അതൊക്കെ യൂസ് ചെയ്ത് പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ല സ്കിൻ ടൈപ്പ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനനുസരിച്ചുള്ള കോസ്മെറ്റിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങളിൽ പലരും ചിലപ്പോൾ എന്നെ പോലെ പൊട്ടത്തരം കാണിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്കിൻ ടൈപ്പ് എന്താണെന്നൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് ഞാനൊരു സീരീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുതൽ ഞാനൊരു ബ്യൂട്ടി സീരീസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്കിൻ ടൈപ്പിനെ പറ്റി പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പൊതുവെ സ്കിൻ ടൈപ്പിനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. പിന്നെ ചില പഠനങ്ങൾ പ്രകാരം സെൻസിറ്റീവ് സ്കിൻ എന്നും പിന്നെ നോർമൽ സ്കിൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സ്കിൻ ടൈപ്പ് അല്ല ഉള്ളത്. ആ സാഹചര്യങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. അപ്പം പെർമനൻ്റ് ആയിട്ട് ഡ്രൈ സ്കിൻ ആവണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഓയിലി സ്കിന്നാണ്, പെർമനൻ്റ് ആയിട്ട് ഓയിലി സ്കിൻ ആവണമെന്നുമില്ല. അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പം അതേതൊക്കെ സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഹോർമോൺ ചേഞ്ചസ് മൂലവും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതി, അതായത് ധാരാളം വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിലും പിന്നെ കുറേ പൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഏൽക്കുവാണെങ്കിലും നമുക്ക് സ്കിൻ ടൈപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ്, അതായത് ഓരോ സീസൺ വരുമല്ലോ. ഇപ്പം വിന്റർ സീസൺ വരുമ്പം ചിലപ്പോൾ നമുക്ക് ഓയിലി ആയിട്ടുള്ളവർ പെട്ടെന്ന് ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോർമൽ സ്കിന്നുള്ളവരും കോമ്പിനേഷൻ സ്കിന്നുള്ളവരൊക്കെ കുറേ മാറ്റങ്ങൾ അവർക്ക് മഞ്ഞുകാലമൊക്കെ ആകുമ്പം സംഭവിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അതൊക്കെ ചെയ്ത് പരീക്ഷിച്ചു. എനിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലൻസർ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സോപ്പ്, ആ സോപ്പ് എടുത്ത് നമ്മുടെ മുഖം നന്നായിട്ട് പതപ്പിച്ചൊന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അതൊന്ന് ഉണങ്ങണം. ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്ലോത്തോ ഒന്നും എടുത്ത് മുഖം ഒന്നും ഒപ്പി ഉണക്കിയൊന്നും വേണ്ട. ഈ കാറ്റൊക്കെ കൊണ്ടങ്ങ് ഉണങ്ങിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഉണക്കിയെടുക്കണം. അങ്ങനെ ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖം കണ്ണാടിയിൽ പോയൊന്ന് നോക്കണം. കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ലെന്നും വിശ്വസിക്കുന്നു. അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മുഖം ഫേസ് വാഷോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം നമ്മൾ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളും ഓയിലി ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിലി സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാവേ. ഓയിലി സ്കിന്നുകാർക്ക് പൊതുവെ കുറേ മുഖക്കുരുകളൊക്കെ ഉണ്ടാകും, പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും പിമ്പിൾസിനകത്ത് തൊടുക, മാന്തുക, പൊട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വിയർത്തൊലിച്ച് ആ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോകുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേറെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ അടുത്തടുത്ത സീരീസുകളിൽ പറഞ്ഞു തരാം. അപ്പോൾ പൊതുവേ ഇങ്ങനെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഓയിലി സ്കിന്നുള്ളവർ സ്ക്രബ് ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിക്കായിട്ടുള്ളതും ക്രീമി ആയിട്ടുള്ളതുമായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും പിന്നെ സൺസ്ക്രീനും ഒന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്
ലോഷൻ ബേസിലൊക്കെ ഉള്ള മോയ്സ്ചറൈസേഴ്സും അത് ബോഡി ലോഷനും അതുപോലെ എന്താ പറയുക സൺസ്ക്രീനും അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദിവസത്തിൽ 2 തവണയെങ്കിലും മുഖം ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഓയിലി സ്കിന്നുകാർക്ക് കുറേ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഓയിലി സ്കിന്നുകാരാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭാഗ്യം ചെയ്തവർ. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ചുളിവ് വന്ന് പ്രായം തോന്നിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഏജ് കൂടിയാലും അവരുടെ സ്കിന്നിൽ ആ ഒരു പ്രായം തോന്നിക്കാത്ത രീതിയിൽ, അതായത് ചുളിവുകളൊക്കെ വീഴാൻ കുറേ താമസം എടുക്കും. അപ്പോൾ എന്തുകൊണ്ടും ഓയിലി സ്കിന്നുകാരാണ് ഭാഗ്യം ചെയ്തവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണാടിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക. നമ്മുടെ ഫേസിന്റെ ടീ സോൺ ഏരിയ, അതായത് ടീ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ടീ സോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും മനസ്സിലായി. ഇതാണ് ടീ സോൺ ഏരിയ. ഭാഗം മാത്രം ഓയിലി ആയിരിക്കും. സി സോൺ ഏരിയ, അതായത് ഈ ഒരു സി പോലെ ഇരിക്കുന്നതല്ലേ, ഇതാണ് സി സോൺ ഏരിയ. സി സോൺ ഏരിയ ഡ്രൈ ആയിരിക്കും. അതായത് ടീ സോൺ ഏരിയയിൽ ഓയിൽ കാണും, സി സോൺ ഏരിയ ഭാഗങ്ങളിൽ ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നതെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതായത് ഓയിലി സ്കിന്നിന്റെയും ഡ്രൈ സ്കിന്നിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർ ടീ സോൺ ഏരിയയിൽ ഓയിലി സ്കിന്നിന്റെ സ്കിൻ കെയറും സി സോൺ ഏരിയയിൽ ഡ്രൈ സ്കിന്നിന്റെ സ്കിൻ കെയറും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചുരുക്കി പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നുകാർ 2 ടൈപ്പിലുള്ള സ്കിൻ കെയറും ചെയ്യണമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ. നമ്മൾ മുഖം കഴുകി ഫേസ് ഒക്കെ കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫേസിനൊരു ജീവനില്ലാത്ത പോലെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലെയൊക്കെ തോന്നിക്കുകയാണെങ്കിൽ അത് ഡ്രൈ സ്കിൻ ആയിരിക്കും. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഓയിൽ കണ്ടന്റ് കാണത്തേയില്ല. ഇത്തരക്കാർ കണ്ണാടി നോക്കുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണാടി നോക്കുമ്പോൾ മുഖം ഇങ്ങനെ പൊരിഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ ഉള്ളൊരു ടൈപ്പാണ് സ്കിൻ ടൈപ്പാണ് ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിന്നുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുക, പിന്നെ ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുക, അസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് എന്നിവയൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക. അതുപോലെ മോയ്സ്ചറൈസർ ഇത്തരക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ ജെൽ ടൈപ്പോ ലോഷൻ ടൈപ്പിനോ പകരം ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡ്രൈ സ്കിന്നുള്ളവർ മുഖം കഴുകി ആ നനവ് മാറുന്നതിന് മുന്നേ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിന്നുള്ളവര് ക്ലെൻസറൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓയിൽ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ല ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും ലോഷൻ, ജെല്ല് പോലത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ക്രീമി ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നിനെ പറ്റിയിട്ടാണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കിൻ ടൈപ്പ് അല്ല, അതൊരു സ്കിൻ കണ്ടീഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇവൻ ടെക്സ്ചർ, ഇച്ചിങ്സ്, റെഡ്നെസ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്താ പറയാ, എപ്പോഴും മുഖം ചൊറിയുന്ന അവസ്ഥ, എപ്പോഴും ചുമന്ന് തുടുത്തി മുഖത്തും കവിളിലും ഒക്കെ ഒരു റെഡ്നെസ് ഒക്കെ കാണുന്നുവെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീമോ അല്ലെങ്കിൽ എന്ത് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണെങ്കിലും, മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും, സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഹോം റെമഡീസിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ യൂസ് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വല്ലാത്ത സ്കിൻ തന്നെയാണ്. അവർക്ക് കറക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് നോക്കി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇത്തരക്കാര് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പെർഫ്യൂമി ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയതുമായിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. മൈൽഡായിട്ടുള്ള പെർഫ്യൂം ഒക്കെ ഉള്ളതോ അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവർക്ക് ബേബി ക്രീമോ ബേബി ലോഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ ബേബി ക്രീമിലും ബേബി ലോഷനിലും അധികം കെമിക്കൽസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലെന്തെങ്കിലും നോക്കുവാണെങ്കിൽ നമുക്ക് ചെറുപയർ ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചിട്ട് അത് നമുക്ക് ഫേസ് വാഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ
ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫൈൻ ഒരു പൗഡറൊക്കെ പൊടിച്ച് വെക്കുന്ന രീതിയിൽ വേണം പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട്. സ്ക്രബൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. സ്ക്രബ് ചെയ്യാതെ നല്ല മൈൽഡായിട്ട് അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. അടുത്ത സ്കിൻ ടൈപ്പാണ് നോർമൽ സ്കിൻ ടൈപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും അല്ല ഓയിലും അല്ല, അങ്ങനത്തെ ഒരു എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് നോർമൽ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഗ്ലോ ആയിട്ട് മുഖം കാണുമ്പോഴേ അറിയാം, ഒരു ഗ്ലോ ഒരു ഫ്രഷ്നെസ് ഒക്കെ അവരുടെ ഫേസിൽ കാണും. ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മുഖം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വലിഞ്ഞു മുറുകുന്നില്ല, നിങ്ങളുടെ സ്കിന്നിൽ ഓയിലില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നോർമൽ സ്കിൻ ആയിരിക്കും. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഏത് ക്രീമും യൂസ് ചെയ്യാം, ഏത് സൺസ്ക്രീനും ഏത് മേക്കപ്പ് പ്രോഡക്ട്സും യൂസ് ചെയ്യാം, അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരത്തില്ല. ഇത്തരക്കാര് സിറംസ്, ജെൽസ്, ലോഷൻസ് എന്നിവയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് സ്കിൻ ടൈപ്പിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. പിന്നെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതല്ല, കാലാവസ്ഥ, അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ സ്കിൻ ടൈപ്പിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇതുപോലത്തെ ബ്യൂട്ടി സീരീസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.